അങ്ങനെ ദ്വിതീയ സ്കന്ധം തുടങ്ങുകയാണ്. ശ്രീശുബ്രഹ്മർഷി മറുപടി പറഞ്ഞു തുടങ്ങുകയാണ്. വളരെ പവർഫുള്ളായൊരു അതിശക്തമായൊരു ഇൻട്രൊഡക്ഷനാണ് ശ്രീശുബ്രഹ്മർഷിയുടെ. ഡീറ്റെയിൽസിലേക്കൊന്നും നമ്മൾ പോകണില്ല. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ പരീക്ഷിത് മഹാരാജാവ് കൂടുതൽ ഡീറ്റെയിൽസ് ചോദിക്കുകയാണ്. എങ്ങനെയാണ് ഭഗവത് ധ്യാനം ചെയ്യേണ്ടത്, ധാരണ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഭഗവാന്റെ സ്ഥൂല രൂപം, പ്രപഞ്ചത്തിൻ്റെ സ്ഥൂല രൂപമായിട്ടുള്ള ഭഗവാന്റെ ധാരണ ആദ്യം പറഞ്ഞു കൊടുക്കും ആദ്യത്തെ അധ്യായത്തിൽ. രണ്ടാമത്തെ അധ്യായത്തിൽ സൂക്ഷ്മമായി എങ്ങനെ ഭഗവാനെ ധ്യാനിക്കണം, സൂക്ഷ്മസ്വരൂപിയായിരിക്കുന്ന ഭഗവാനും അതിന് കണക്ട് ചെയ്തുകൊണ്ട് ഓരോ ജീവൻ്റെയും ഗതിയും പറഞ്ഞു കൊടുക്കും. മൂന്നാമത്തെ അധ്യായത്തിൽ ഈ ഭഗവാന്റെ മാഹാത്മ്യം, ഈ ഭഗവാന് പല രൂപത്തിൽ പല ദേവതാ രൂപത്തിൽ ഓരോരുത്തരും എങ്ങനെ യജിക്കുന്നു, അതിന് ഒന്നിൻ്റെ ഫലം എന്താണ് എന്നൊക്കെ പറഞ്ഞ് ഭഗവാൻ എന്നുള്ള ഈ പൂർണ്ണ രൂപത്തിൽ യജിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രത്യേകത എന്താണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. ഇത് കേട്ട് സൂത ശൗനക സംവാദത്തിൽ ശൗനകാദി മഹർഷിമാർ സന്തോഷം കൊണ്ട് വീണ്ടും ഭഗവത് മാഹാത്മ്യം പറഞ്ഞു തരണം എന്ന് പറയണം മൂന്നാമത്തെ അധ്യായത്തിൽ. അങ്ങനെ നാലാമത്തെ അധ്യായത്തിൽ വീണ്ടും സൂതൻ പറഞ്ഞു തുടങ്ങുകയാണ് എങ്ങനെയാണ് ശ്രീശുബ്രഹ്മർഷിയും പരീക്ഷിത് മഹാരാജാവും തമ്മിലുള്ള സംവാദം നീങ്ങിയത് എന്ന് പറയാൻ വേണ്ടി വീണ്ടും പറയണം. അപ്പോൾ പരീക്ഷിത് മഹാരാജാവ് വീണ്ടും കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഇത് ഇത്രയും ഭഗവത് മാഹാത്മ്യം കേട്ട ആ സന്തോഷത്തിൽ വീണ്ടും കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അങ്ങനെ ആ നാലാമത്തെ അധ്യായത്തിൽ ഈ പരീക്ഷിത് മഹാരാജാവിന് ചോദ്യം കേട്ട് ശ്രീശുബ്രഹ്മർഷി ഭാഗവതം എന്ന ഇതിലേക്ക് കടക്കാൻ വേണ്ടി ഭഗവാനെ സ്തുതിക്കുന്നതാണ് നാലാമത്തെ അധ്യായത്തിൽ. അത് കഴിഞ്ഞ് അഞ്ചാമത്തെ അധ്യായത്തിൽ ബ്രഹ്മനാരദ സംവാദം. പണ്ട് ശ്രീനാരദ മഹർഷി ബ്രഹ്മാവിൽ നിന്ന് എങ്ങനെയാണ് ഭാഗവതം കേട്ടത്, എങ്ങനെയാണ് ഒറിജിനേറ്റ് ചെയ്ത് വന്നത് എന്നുള്ളതിൽ അഞ്ചാമത്തെ അധ്യായം തുടങ്ങാണ്. ശ്രീനാരദ മഹർഷി ബ്രഹ്മാവിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നതും അതിന് മറുപടിയായി ഭഗവത് മാഹാത്മ്യം ബ്രഹ്മാവിൽ നിന്ന് ഭാഗവതം എന്ന രൂപേണ വന്നതും അഞ്ചാമത്തെ അധ്യായത്തിലും. ആറാമത്തെ അധ്യായത്തിൽ പുരുഷ സ്വരൂപം വീണ്ടും ബ്രഹ്മാവ് ശ്രീനാരദ മഹർഷിക്ക് ഉപദേശിച്ചു കൊടുക്കുന്നതും. ഏഴാമത്തെ അധ്യായത്തിൽ ഭഗവത് അവതാരങ്ങൾ മുഴുവൻ വിസ്തരിച്ചെന്ന് പറഞ്ഞാൽ എല്ലാ അവതാരങ്ങളും വളരെ ടച്ച് ചെയ്തുകൊണ്ട് വളരെ വിശിഷ്ടമായ അവതാരങ്ങൾ എല്ലാം പറഞ്ഞുകൊണ്ട് 24 അവതാരങ്ങളോ എന്തോ പറയേണ്ടതുണ്ട്. അത്രയും പറഞ്ഞ് ബ്രഹ്മനാരദ സംവാദം അവസാനിപ്പിക്കുകയാണ്. എട്ടാമത്തെ അധ്യായത്തിൽ വീണ്ടും പരീക്ഷിത് മഹാരാജാവിനുണ്ടാവുന്ന സംശയങ്ങളാണ്. ചോദ്യങ്ങൾ വലിയ ഒരു ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസാണ് എട്ടാമത്തെ അധ്യായത്തിൽ മുഴുവൻ. അങ്ങനെ നിറച്ചും ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കുകയാണ് എട്ടാമത്തെ അധ്യായത്തിൽ. ഒമ്പതാമത്തെ അധ്യായത്തിൽ ഈ ചോദ്യങ്ങൾ ഒക്കെ എല്ലാം മറുപടി എന്നുള്ളതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് പണ്ട്, അതായത് ബ്രഹ്മാവിൻ്റെ ഉൽപ്പത്തി ഉണ്ടായ സമയത്ത്, ആദ്യത്തെ കൽപ്പം ഇപ്പോഴത്തെ ബ്രഹ്മാവ് ആദ്യമായി ഉണ്ടായ സമയത്ത് ബ്രഹ്മാവ് എങ്ങനെയാണ് ഭഗവാനിൽ നിന്ന് ഈ ഭാഗവത തത്വം ഗ്രഹിച്ചത്, എങ്ങനെയാണ് വന്നത് എന്നുള്ളതിൽ ചതുശ്ലോകി ഭാഗവതം എന്ന രൂപത്തിൽ അതിവിശിഷ്ടമായ ജ്ഞാനോപദേശം, ബ്രഹ്മാവിന് കിട്ടിയ ജ്ഞാനോപദേശം 4 ശ്ലോകത്തിൽ ഒതുക്കിക്കൊണ്ട് അതിശക്തമായ ചതുശ്ലോകി ഭാഗവതം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് 9ാമത്തെ അധ്യായത്തിൽ. അങ്ങനെ വീണ്ടും അതിനുശേഷം ബ്രഹ്മാവ് സൃഷ്ടി തുടങ്ങി എന്നുള്ള രീതിയിൽ 9ാമത്തെ അധ്യായം പറഞ്ഞ് വീണ്ടും ഈ പറഞ്ഞ ഭാഗവതം എന്താണെന്ന് വിപുലീകരിച്ച് അതിലെ എലമെൻറ്റ്സ് എന്താണ്, പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്താണ് എന്നൊക്കെ പറഞ്ഞ് എങ്ങനെയാണ് പുരുഷ സ്വരൂപമുണ്ടായെന്നും ആ ഒരു തത്വങ്ങളും എല്ലാം ഒന്നും കൂടി വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തുകൊണ്ട് 10ാമത്തെ അധ്യായവും ദ്വിതീയ സ്കന്ധവും അവിടെ അവസാനിക്കുകയാണ്.